ഇന്ന് ലോകത്തിലെ പലരും പലതും നിലനിൽക്കുന്നത് പരസ്യങ്ങൾ കാരണമാണ്. വലിയ വലിയ സിനിമ, സ്പോർട്സ് താരങ്ങൾ മുതൽ ചാനലുകളും ഇവന്റുകളും എന്തിന് ഈ യൂട്യൂബ് പോലും നിലനിൽക്കുന്നത് പരസ്യങ്ങളുടെ പിന്തുണയോടെയാണ്. പരസ്യങ്ങൾ നിർമ്മിച്ച് ജീവിക്കുന്ന ലക്ഷങ്ങൾ വേറെയുമുണ്ട്. എങ്കിലും പരസ്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വബോധം കാണിക്കുക എന്നത് ഒരു മിനിമം മര്യാദയാണ്. കുറേ ദിവസമായി കാണുമ്പോൾ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു പരസ്യത്തെക്കുറിച്ച് ഇന്ന് പറയാതിരിക്കാൻ വയ്യ. ചിക്കിങ് എന്ന ബ്രാൻഡിൻ്റെ ഈ പരസ്യം അതുണ്ടാക്കിയതും പ്രചരിപ്പിക്കുന്നതും ആരായാലും അവർ ഈ സമൂഹത്തോട് ചെയ്യുന്നത് ക്രൂരതയാണ്. കാണുമ്പോൾ വെറും സാധാരണമെന്ന് തോന്നുമെങ്കിലും കോവിഡിനും ലോക്ക്ഡൌണിനും ശേഷം മലയാളി ആരോഗ്യകാര്യത്തിലും ഭക്ഷണകാര്യത്തിലും ഹെൽത്തി എന്ന കൺസെപ്റ്റിനെക്കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് വീട്ടിലെ കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ മാത്രമല്ല അവരുടെ സ്വഭാവത്തെ പോലും മോശമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള ഇത്തരം പരസ്യങ്ങൾ പടച്ചുവിടുന്നത്. നോക്കൂ, അച്ഛനും അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഒരു കൊച്ചുകുട്ടിയുടെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കുമ്പോൾ ആ കുട്ടി വാശി പിടിക്കുകയാണ്. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കിട്ടിയില്ല, അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യില്ല എന്ന്. ഒന്നാമത്തെ കാര്യം, ആ കുട്ടിയുടെ വാശിക്ക് മറ്റൊരു രാജ്യത്തുള്ള അച്ഛൻ വളരെ പെട്ടെന്ന് വഴങ്ങി കൊടുത്തുകൊണ്ട് അവളുടെ പ്രിയപ്പെട്ട ചിക്കിങ് ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഇനി കേക്ക് കട്ട് ചെയ്യാമല്ലോ എന്ന് അച്ഛനും അമ്മയും കൂടി പറയുമ്പോൾ പിറന്നാൾ ദിനത്തിൽ പോലുമുള്ള കുട്ടികളുടെ വാശിക്ക് കുടുംബം വഴങ്ങി കൊടുക്കുന്നതാണ് ദിവസവും ടി വിയിലൂടെ 100 തവണയെങ്കിലും ആവർത്തിക്കുന്ന ഈ വീഡിയോ സാധാരണ കുട്ടികൾ ഉൾപ്പെടെ വീടുകളിൽ കാണുന്നത്. ഇത് ദിവസവും കാണുന്ന കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വഭാവ ദൂഷ്യം തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ അപകടം. ചെക്കിങ് അല്ലെങ്കിൽ മറ്റെന്തായാലും കുട്ടികൾക്ക് പ്രിയപ്പെട്ടത് കയ്യിൽ കിട്ടിയാൽ മാത്രമേ പിറന്നാൾ ദിനം പോലെ കുട്ടിക്ക് മാത്രം അധിക പ്രാധാന്യം ലഭിക്കുന്ന ഒരു ചടങ്ങിൽ പോലും അവർ സഹകരിക്കൂ എന്നുള്ള തെറ്റായ സന്ദേശം. രണ്ടാമത്, ചിക്കിങ് പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് സമൂഹത്തിന് ദോഷമാണ് എന്നുള്ളത് പൊതുവിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പരസ്യത്തിൽ കുട്ടിയുടെ അച്ഛനെ ഒരു ഡോക്ടറായിട്ടാണ് കാണിക്കുന്നത്. അത് നിർദോഷമായി സംഭവിക്കുന്ന ഒന്നല്ല, മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ്. ഡോക്ടറായ അച്ഛൻ പോലും സ്വന്തം കുട്ടിക്ക് റെഫർ ചെയ്യുന്ന ഗിഫ്റ്റ് ചിക്കിങ് ആണ് എന്നുള്ള മെസ്സേജാണ് പൊതുസമൂഹത്തിന് നൽകാൻ പരസ്യക്കാർ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, പിറന്നാൾ ദിനത്തിൽ നമ്മുടെ ഒരു സംസ്കാരം വെച്ച് മാംസാഹാരം കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാറില്ല. അതുപോട്ടെ, ഇനി അത് പറഞ്ഞാൽ ഞാൻ സാംസ്കാരിക പോലീസായി മാറും. അതുകൊണ്ട് ഞാനത് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഡോക്ടറായ അച്ഛൻ പിറന്നാൾ ദിനത്തിൽ ചിക്കിങ് കിട്ടാത്തത് കൊണ്ട് കേക്ക് മുറിക്കാൻ തയ്യാറാകാതിരിക്കുന്ന കുട്ടിയുടെ വാശിക്ക് വഴങ്ങി ചിക്കിങ് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഈ പരസ്യം നൽകുന്ന സന്ദേശം അപകടകരമാണ്. അത്തരം പരസ്യങ്ങൾ വീട്ടിലെ സ്വീകരണ മുറിയിലെ വിട്ടിപ്പെട്ടിയിലൂടെ നിരന്തരം പ്രചരിപ്പിക്കപ്പെടുന്നത് അവസാനിക്കേണ്ടത് തന്നെയാണ്.